ഹോർമൂസിൽ വീണ്ടും സംഘർഷം. 2 US പടക്കപ്പലുകളുടെ നേർക്ക് മുന്നറിയിപ്പെന്നോണം വെടിയുതിർത്തതായും തുടർന്ന് കപ്പലുകൾ ഒമാൻ സമുദ്രത്തിലൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പിൻവാങ്ങിയെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഒരു ഭാഗം മൂന്നാം രാജ്യത്തിന് കൈമാറാൻ തങ്ങൾ തയ്യാറാകുമെന്ന മാധ്യമവാർത്ത ഇറാൻ തള്ളി. ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ലബനാനെ വിലപേശൽ ഉപാധിയായി ഇറാൻ മാറ്റരുതെന്ന് പ്രധാനമന്ത്രി നവാഫ് സലാം പറഞ്ഞു. ഇറാൻ എന്ന രാജ്യം വെനിസ്വേല പോലെയല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ജനുവരിയിൽ വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ പിടികൂടുന്ന സൈനിക നടപടിക്ക് മിനിറ്റുകൾ മാത്രം മതിയായിരുന്നുവെങ്കിൽ ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാൻ ആഴ്ചകളും വൻ ഉപകരണങ്ങളും വേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. MC നാസറിന്റെ വിശദാംശങ്ങളുമായി. നാസർ, ഇപ്പോഴാണോ ട്രംപിന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്? അന്ന് ഈ യുദ്ധം തുടങ്ങി വെക്കുന്ന ഫെബ്രുവരി 28 ട്രംപ് കണക്ക് കൂട്ടിയിരുന്നത് പൂച്ചക്കുട്ടിയെ പിടിച്ച് പുറത്താക്കുന്നത് പോലെ ഇറാനിൽ നിന്ന് അധികാരം അയത്തുള്ള ഖംനായിമാരെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് ഇറാന്റെ സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുക്കാമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു യുദ്ധം കടന്ന മാസങ്ങൾക്ക് ശേഷമാണോ അത് അത്ര എളുപ്പമല്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ട്രംപ് എത്തുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് മനുഷ്യരെ കൊലപ്പെടുത്തുകയും ഒരുപാട് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും മേഖലയിൽ ഒന്നാകെ ഏറ്റവും സംഘർഷപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു ഏറ്റുപറച്ചിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം ജനുവരിയിൽ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ മദുറോയെ പിടികൂടാനും അതോടൊപ്പം തന്നെ വെനിസ്വേലയുടെ എണ്ണയുടെ വിൽപ്പനയും അതിന്റെ നിയന്ത്രണവും കൈക്കലാക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നു. തൊട്ടുടനെയാണ് US പ്രതിരോധ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഒരു 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇറാനിലെ ഭരണകൂടത്തെ പിഴുതെറിയാനും അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാനും സാധിക്കുമെന്നൊരു കണക്കുകൂട്ടലായിരുന്നു യുദ്ധപ്രഖ്യാപനവും ഫെബ്രുവരി 28 ആ യുദ്ധത്തിന്റെ തുടക്കവും ഉണ്ടായത്. ഇസ്രായേലും അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷകൾ അമേരിക്കക്ക് പകർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു വിലയിരുത്തൽ വരുന്നത് വളരെ വളരെ വൈകിയാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ വേണ്ടിവരുന്ന ഒരു യുദ്ധമായിരിക്കും ഇറാനിൽ നടക്കേണ്ടത്. പക്ഷെ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല രൂപപ്പെട്ടത് എന്ന തിരിച്ചറിവും ട്രംപിന്റെ ഈ വാക്കുകളിലുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ജിമ്മി കാർട്ടർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് പരാജയപ്പെട്ട ഇറാൻ പ്രശ്നത്തിൽ താൻ അത്തരമൊരു പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരുപക്ഷെ ഈ പുതിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി രാഷ്ട്രീയ പക്വതയോടുകൂടിയുള്ള ഒരു സൈനിക നടപടിയോ അതല്ലെങ്കിൽ നയതന്ത്ര പ്രശ്നപരിഹാരമോ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് വളരെ വൈകിയാണെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അതേസമയം സംഘർഷം മേഖലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പം അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ തങ്ങൾ മുന്നറിയിപ്പ് വെടിയുതിർത്തു എന്ന് ഇറാൻ സേന വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് പറയുന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെടിനിർത്തൽ ലംഘനമായി തന്നെ തങ്ങൾ കണക്കിലെടുക്കുന്നു എന്നൊരു പ്രതികരണമാണ് US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഇറാൻ നേതൃത്വവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചർച്ച ഇനിയും മുന്നോട്ട് പോയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള ഏറ്റവും തടസ്സം നിൽക്കുന്നത് ഇറാനുള്ള സ്വത്തുക്കളുടെ ആ കൈമാറ്റം അത് ആദ്യഘട്ടത്തിൽ തന്നെ വേണമെന്ന പിടിവാശി ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഏതാണ്ട് $24 ബില്യൺ വരെയുള്ള തുക തങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതിന്റെ പകുതി തൽക്കാലം തുടക്കത്തിൽ നൽകാമെന്നും ബാക്കി ഈ ഘട്ടം ഘട്ടമായിട്ട് നൽകാമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുഖേന അമേരിക്ക അറിയിച്ചതെന്നും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. അതേസമയം തന്റെ മുഖം രക്ഷിക്കാൻ ഉതകുമാറ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരമാവധി വിട്ടുവീഴ്ച ഇറാൻ ചെയ്യണമെന്നാണ് പാകിസ്ഥാൻ മുഖേന ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അടുത്ത ആഴ്ചയോടുകൂടിയെങ്കിലും ഒരു ചർച്ച കുറെ കൂടി ശുഭാപ്തികരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല. തുടക്കത്തിൽ വെടിനിർത്തൽ രൂപപ്പെടുകയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു യുദ്ധവിരാമം ലബനാനും ഗസയിലും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമസ് തുറക്കാനുള്ള അവിടുത്തെ പരമാധികാരം തങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ ഹോർമസ് സ്വതന്ത്രമായി തുറക്കാനുള്ള ഒരു അവസരമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട്. ഈ നിലപാടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന് എത്താൻ നിലവിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹം തയ്യാറാകുമോ അതെല്ലാം നേരത്തെയൊക്കെ ലോകം കണ്ടതുപോലെ വളരെ പ്രതീക്ഷ ജനിപ്പിക്കുകയും ഒടുവിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ ചർച്ചകൾ വഴിമാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്ന ഒരാശങ്കയും നിലനിൽക്കുന്നുണ്ട്. ബിനീഷ.
ഈ ഉപാധിയാക്കി ലബനാനെ, വിലപേശൽ ഉപാധിയാക്കി ലബനാനെ മാറ്റെടുത്തുന്ന പ്രധാനമന്ത്രി നവാബ് സലാമിന്റെ ആ പ്രതികരണത്തിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് നാസർ? വിനീഷ, കഴിഞ്ഞ ദിവസം അമേരിക്ക മുൻകൈയെടുത്തുകൊണ്ട് 4ാം വട്ട ചർച്ച വാഷിംഗ്ടണിൽ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് ലബനാനും ഇസ്രായേലും നീങ്ങുന്ന ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ വെടിനിർത്തൽ ഫലപ്രദമായിട്ട് കൊണ്ടുവരാനോ അത് സൈന്യത്തിന് നൽകാൻ പോലും ഇതുവരെ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. കാരണം ഇസ്രായേൽ നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്നത് ഈ വെടിനിർത്തൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡീലിലേക്ക് എത്തും. ആ ഡീലിനെ അട്ടിമറിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പം സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നിരുന്നു ഇസ്രായേലിൽ. പക്ഷെ ആ യോഗത്തിൽ പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം സൈന്യത്തിലേക്ക് ഈ ഒരു വെടിനിർത്തലിന്റെ നിർദ്ദേശം പോലും നൽകാൻ നെതന്യാഹു സർക്കാർ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം ആ അർത്ഥത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തുന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലബനാനിൽ ഒരു പൂർണ്ണ യുദ്ധവിരാമം വരുത്തുക എന്നത് അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കൻ ഭരണ നേതൃത്വമോ താല്പര്യമെടുക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടത്. കാരണം നബാത്തിയ ഉൾപ്പെടെയുള്ള വിവിധ ലബനാൻ പ്രദേശങ്ങളിൽ ഇന്നും ഈ രാത്രിയിലും ആക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമം വരികയാണെങ്കിൽ മാത്രമേ അത്തരമൊരു കാര്യം ചർച്ച ചെയ്യാൻ തങ്ങൾ ഒരുക്കമുള്ളൂ. അതല്ല വടക്കൻ ഇസ്രായേൽ അല്ലെങ്കിൽ തെക്കൻ ഇസ്രായേൽ എന്ന് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകരുത്. ലബനാന്റെ കാര്യത്തിലും അത് തന്നെയാണ്. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ഒരു അധിനിവേശത്തിനെതിരെ തുടരുമെന്നാണ് ഹിസ്ബുല്ല നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലബനാനിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ച ശുഭകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് ഇറാൻ ചർച്ചയും എത്തുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ നേതൃത്വവും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അമേരിക്കയാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ആ വെടിനിർത്തൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കൻ നേതൃത്വം ഇടപെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സമാധാന പ്രതീക്ഷകൾക്ക് കൂടുതൽ തിരിച്ചടിയായിരിക്കും ഏൽക്കുന്നത്. ഓരോ നേരത്ത് ഓരോന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വെനസ്വേല പോലെയല്ല ഇറാൻ എന്ന തിരിച്ചറിവിന് ശേഷം ഇനി എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിനിഷ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് US ജനപ്രതിനിധി സഭയിൽ യുദ്ധ അധികാര പ്രമേയം പാസാക്കപ്പെടുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥ എന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തു എന്നതാണ്. ഡെമോക്രാറ്റുകൾക്കൊപ്പം പരസ്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ട്രംപിന്റെ തന്നെ പാർട്ടിയിലെ പ്രതിനിധികൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനതയിൽ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ വികാരം ശക്തമാണ്. കാരണം ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം, ഇന്ധന മേഖലയിലെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി, ഇതൊക്കെ അമേരിക്കൻ ജനതയെയും വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാനുമായിട്ട് ഇനിയൊരു യുദ്ധം വേണ്ടതില്ല, യുദ്ധത്തിൽ നിന്ന് അടിയന്തരമായി തന്നെ പിൻവാങ്ങണം എന്ന ഒരു വികാരമാണ് ഈ പ്രമേയം പാസ്സായതിലൂടെ 208-നെതിരെ 215 വോട്ടുകൾക്കാണ് ആ പ്രമേയം പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഏതൊരു നീക്കവും ട്രംപിന് നടത്തണമെങ്കിൽ ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയണം. പക്ഷേ സൈനികമായിട്ട് അത്തരമൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ കരയുദ്ധം ആവശ്യമായി വരും. ആ കരയുദ്ധം വരികയാണെങ്കിൽ തിരിച്ചടി ഒരു പക്ഷേ ഭയാനകമായിരിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പോലും കൈമാറിയിരിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര ദീർഘകാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സൈനികമായിട്ടുള്ള സൈനികരുടെ 8 മുതൽ 12 ലക്ഷം വരെ സൈനികർ ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല ഒരു യുദ്ധമാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കക്ക് ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അവർ തിരിച്ചടി നേരിട്ടുകൊണ്ട് പിൻവാങ്ങും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയിൽ പോലും തങ്ങളുടെ ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇറാൻ നേതൃത്വം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിച്ചുകൊണ്ടുള്ള ഒരു പിന്മാറ്റം അതാണ് ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനോടും അമേരിക്കൻ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്ന അതാണ്, പരമാവധി വിട്ടുവീഴ്ചകൾ തങ്ങൾ ചെയ്യും. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും കുറെ കൂടി ഈ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ നൽകുകയാണെങ്കിൽ തങ്ങളൊരു പിന്മാറ്റത്തിന് തയ്യാറാണെന്ന് അമേരിക്കൻ നേതൃത്വം പാകിസ്ഥാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ വാക്കുകളാണ്, ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന അമേരിക്കക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ചർച്ചകൾ അനിശ്ചിതമായി തന്നെ നീളും എന്ന കാര്യം ഉറപ്പാണ്. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.
കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ 13 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും അവരുടെ ആരോഗ്യനില ഇന്ത്യൻ എംബസി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി ആശുപത്രികൾ സന്ദർശിച്ച് പരിക്കേറ്റവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തു. അതേസമയം ആക്രമണത്തിൽ മരിച്ച മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലെത്തിച്ചു. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മുൻനിർത്തി കുവൈത്തിലേക്കും ബെയ്റൂത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് സലാം എയർ. കുവൈത്തിലേക്കുള്ള എല്ലാ സർവീസുകളും ജൂലൈ 16 വരെ ഉണ്ടാകില്ലെന്നാണ് എയർലൈൻ അറിയിച്ചത്. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കുള്ള സർവീസുകൾ ജൂലൈ 17 വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ലബനാനിൽ വിന്യസിച്ചിരിക്കുന്ന ഐക്യരാഷ്ട്ര ഇടക്കാല സേനയായ യൂണിഫിലുമായി ബന്ധപ്പെട്ട സംഭവത്തെ കുവൈത്ത് അപലപിച്ചു. UN സേനാംഗങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന ഏതൊരു നടപടിയും അംഗീകരിക്കാനാവില്ലെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. UN സമാധാന സേനയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും ബാധ്യതകളും എല്ലാ കക്ഷികളും പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഖത്തർ. വിഷയത്തിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരാട്ട്, കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാഹ് ജബർ അൽ സബ, ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ചർച്ച നടത്തി. ഫോൺ വഴിയായിരുന്നു ആശയവിനിമയം. യുഎസും ഇറാനും ഇടയിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശക്തമായി പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് നേതാക്കൾ വിലയിരുത്തി. ലബനൻ, ഗസ എന്നീ വിഷയങ്ങളും ചർച്ചയായി. പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച എയർ ഇന്ത്യയും സൗദി റിയാദ് എയറും. കോഡ്ഷെയർ പങ്കാളിത്തത്തിനാണ് ധാരണ. 2 വിമാന കമ്പനികൾ തമ്മിലുള്ള സഹകരണ സംവിധാനമാണ് കോഡ്ഷെയർ പങ്കാളിത്തം. ഡൽഹി, മുംബൈ, റിയാദ് വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുള്ള യാത്രകൾ ഇതോടെ കൂടുതൽ സുഗമമാകും. ഇന്ത്യൻ യാത്രികർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് തീരുമാനം. 100-ലേറെ കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്താൻ ഒരുങ്ങുന്ന റിയാദ് എയറുമായാണ് എയർ ഇന്ത്യ ഇപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇരു കമ്പനികളുടെയും സർവീസുകൾ വ്യാപിപ്പിക്കുക, അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് മികച്ച ഒരു കണക്ടിവിറ്റി ഉറപ്പാക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പുതിയ നീക്കം കമ്പനികളുടെ. ഈ ഒരു കരാർ പ്രകാരം ഇരു എയർലൈനുകൾക്കും ഒരൊറ്റ ബുക്കിങ്ങിലൂടെ യാത്രാ സൗകര്യം ഒരുക്കാൻ സാധിക്കുന്ന കോഡ് ഷെയർ, അതോടൊപ്പം തന്നെ ഇന്റർലൈൻ സംവിധാനങ്ങൾ ഭാവിയിൽ നടപ്പാക്കാനാണ് തീരുമാനം. ഇതുവഴി ഡൽഹി, മുംബൈ, റിയാദ് എന്നീ പ്രധാന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി വഴി യാത്ര ചെയ്യാൻ കഴിയും. നിലവിൽ ലോകത്താകെ 1000-ലധികം കേന്ദ്രങ്ങളിലേക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന 25 കോഡ് ഷെയർ കരാറുകളും 120-ലധികം ഇന്റർലൈൻ പങ്കാളിത്തങ്ങളും എയർ ഇന്ത്യക്ക് ഉണ്ട്. വിമാനയാത്രക്കാർക്കും അതോടൊപ്പം തന്നെ എയർലൈനുകൾക്കും എയർലൈൻ കമ്പനികൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന ഒരു ബിസിനസ് കരാറാണ് കോഡ് ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദീർഘ റൂട്ടുകളിലേക്ക് മറ്റൊരു എയർലൈൻ്റെ സഹായത്തോടെ സർവീസ് നടത്തുന്ന രീതിയാണിത്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന് കരുതുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബായ് വരെ എയർ ഇന്ത്യയിലും അവിടെ നിന്ന് ലണ്ടനിലേക്ക് റിയാദ് എയർ വിമാനത്തിലുമായിരിക്കും യാത്രക്കാരന്റെ യാത്ര. റിയാദ് എയർ ആയിരിക്കും ഓപ്പറേറ്റിംഗ് കാരിയറായി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എയർ ഇന്ത്യക്കും സമാനമായ രീതിയിൽ സർവീസിന് റിയാദ് എയർ വിമാനങ്ങളുടെ സർവീസും ഉപയോഗപ്പെടുത്താം, നേരെ തിരിച്ചും ഉപയോഗപ്പെടുത്താം. യാത്രക്കാർക്ക് ഇതിൽ പല രീതിയിലുള്ള ഗുണങ്ങളാണ്. ഒന്നാമത്തേത്, ഒന്നിലധികം വിമാനങ്ങൾ മാറി കയറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഒരൊറ്റ ടിക്കറ്റിൽ ആ ഒരു യാത്ര പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഓരോ വിമാനം മാറുമ്പോഴും ലഗേജ് കളക്ട് ചെയ്ത് വീണ്ടും വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരികയുമില്ല. പുറപ്പെടുന്ന സ്ഥലത്ത് നൽകുന്ന ലഗേജ് നേരിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനം എവിടെയാണോ അവിടെ നിന്നും റിസീവ് ചെയ്യാം. ഇതെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട യാത്രക്കാരന് ലഭിക്കുന്ന ഗുണങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ വിമാനം വൈകുന്നത് കാരണം രണ്ടാമത്തെ വിമാനം മിസ്സാവുകയാണെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം എയർലൈൻ ഏറ്റെടുക്കുകയും അടുത്ത വിമാനത്തിൽ യാത്ര സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം ഒരു എയർലൈൻ നേരിട്ട് സർവീസ് നടത്താത്ത നഗരങ്ങളിലേക്കും ആ എയർലൈൻ വഴി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. ഇനി വിമാന കമ്പനികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിമാന കമ്പനികൾക്കും വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി വിമാനം അയക്കാതെ തന്നെ പുതിയ നഗരങ്ങളിലേക്ക് സർവീസ് നടത്താൻ കമ്പനികൾക്ക് ഇതിലൂടെ സാധിക്കും. വിമാനത്തിലെ സീറ്റുകൾ കൂടുതൽ വേഗത്തിൽ നിറയുന്നതിലൂടെ കമ്പനിക്ക് ലാഭവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇത്തരം കോഡ് ഷെയർ സർവീസ് ആണോ നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി ടിക്കറ്റിൽ ഓപ്പറേറ്റഡ് ബൈ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. ഇതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗിൽ കൂടുതൽ ഇളവുകളും ലഭ്യമാകും. കാർഗോ സർവീസുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, ഇരു കമ്പനികളുടെയും പ്രീമിയം
ലോയൽറ്റി പ്രോഗ്രാമുകളുടെ പരസ്പര പങ്കാളിത്തം എന്നിവയും കരാറിന്റെ ഭാഗമായി പരിശോധിക്കും. ഭാവിയിൽ റിയാദ് എയർ ലണ്ടൻ അടക്കമുള്ള നഗരങ്ങളിലേക്ക് സേവനം നൽകാൻ പദ്ധതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് റിയാദ് വഴി UK-യിലേക്കും യൂറോപ്പിലേക്കും എളുപ്പത്തിൽ കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭ്യമാകും. എന്തായാലും മലയാളികൾ അടക്കമുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇരു വിമാന കമ്പനികളുടെയും നിലവിലെ ഈ ഒരു കൈകോർക്കൽ. 12 വർഷത്തിനിടെ രാജ്യത്ത് 3000-ലേറെ കിലോമീറ്റർ സൈക്കിൾ പാത നിർമ്മിച്ച് ഖത്തർ. പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് വിപുലമായ സൈക്കിൾ ട്രാക്ക് ശൃംഖല ഒരുക്കിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാതകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലാണ് സൈക്കിൾ പാതകളുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 2013 മുതൽ 2025 വരെ ഒരു വ്യാഴവട്ട കാലയളവിൽ അഷ്ഗാൽ പൂർത്തിയാക്കിയത് 3430 കിലോമീറ്റർ ട്രാക്കുകളാണ്. ഗതാഗത മന്ത്രാലയവുമായി സഹകരിച്ച് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ യാത്രാമാർഗങ്ങൾ ജനജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. കോസ്റ്റൽ റോഡിന് സമാന്തരമായി നിർമ്മിച്ച ഒളിമ്പിക് സൈക്കിൾ ട്രാക്കാണ് പദ്ധതികളിൽ സവിശേഷമായത്. പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 33 കിലോമീറ്റർ നീളമുള്ള അത്യാധുനിക ട്രാക്കാണിത്. രാജ്യത്തെ പൊതുഗതാഗത സംവിധാനങ്ങളുമായി സൈക്കിൾ പാതകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. മെട്രോ, ബസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെ പരിസരങ്ങളിൽ സൈക്കിളുകൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. സുരക്ഷ മുൻനിർത്തി അത്യാധുനിക സ്മാർട്ട് സംവിധാനങ്ങൾ, പ്രത്യേക വിശ്രമ സ്ഥലങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ട്രാക്കുകളുടെ ഓരത്ത് സംവിധാനിച്ചിട്ടുണ്ട്. പാതകൾക്ക് ഇരുവശത്തുമായി മനോഹരമായ ഹരിത ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ട്രാഫിക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എമർജൻസി ലൈനിലൂടെ വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. ഈ വർഷം ഇത്തരം കുറ്റം ചെയ്ത 4500-ലധികം പേർക്ക് പിഴ ചുമത്തിയതായി പോലീസ് അറിയിച്ചു. ഹാർഡ് ഷോൾഡർ അഥവാ എമർജൻസി ലൈൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഗതാഗതക്കുരുക്ക് മറികടക്കാനുള്ളതല്ലെന്നും ദുബായ് പോലീസ് ഓർമ്മിപ്പിച്ചു. റോഡ് ഷോൾഡറിലൂടെ ഗതാഗതക്കുരുക്ക് മറികടക്കാൻ ശ്രമിക്കുന്ന കാറുകളുടെ വീഡിയോ പങ്കിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ പാതയിൽ മറ്റു വാഹനങ്ങൾ കയറാതിരുന്നാൽ മാത്രമേ അടിയന്തര വാഹനങ്ങൾക്ക് അതിവേഗം സഞ്ചരിക്കാനാകൂ എന്നും അധികൃതർ പറഞ്ഞു. നിയമങ്ങൾ പാലിക്കണമെന്നും ജീവൻ അപകടത്തിലാക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. UAE-യിൽ വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്നും താപനിലയിൽ വർധനവുണ്ടാകുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജൂൺ 7 മുതൽ അൽ തുറയ സീസൺ ആരംഭിക്കുമെന്ന് എമിറേറ്റ്സ് ജ്യോതിശാസ്ത്ര സൊസൈറ്റി അറിയിച്ചു. ഈ സീസൺ ആരംഭിക്കുന്നതോടെയാണ് UAE-യിൽ താപനില ഉയരുന്നത്. സുഹേൽ സീസൺ ആരംഭിക്കുന്നതുവരെ രാജ്യത്ത് ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. ജൂൺ 7 മുതൽ ജൂൺ 19 വരെ 13 ദിവസം തുറയ സീസൺ നീണ്ടു നിൽക്കുമെന്നും ജൂലൈ 2 വരെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ ഇന്നും നാളെയും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ബാധിക്കുന്ന ന്യൂനമർദ്ദ മേഖലയുടെയും ചൂടുള്ള വായുപിണ്ഡത്തിന്റെയും സ്വാധീനത്താൽ ചില പ്രദേശങ്ങളിൽ പൊടിപടലമുയർത്തുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. പരമാവധി താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. UAE-യിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ റൂമിലെ AC പരിശോധിക്കണമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മലിനവായു പുറത്തു വരാനും ആരോഗ്യ പ്രശ്നമുണ്ടാകാനും ഇടയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ AC ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ അവ പരിശോധിക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. അല്ലെങ്കിൽ മലിനവായു പുറത്തുവരാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ടെന്ന് ഡോക്ടർമാരും വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. ഇടയ്ക്കിടെയുള്ള തുമ്മൽ, തലവേദന, തൊണ്ടയിലെ അസ്വസ്ഥത തുടങ്ങിയവ പൊടിയോ കാലാവസ്ഥാ വ്യതിയാനമോ മൂലമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ AC വേണ്ട രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താതിരിക്കുന്നത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാലക്രമേണ AC ഫിൽട്ടറുകൾ, കോയിലുകൾ തുടങ്ങിയവയിൽ പൂപ്പൽ, പൊടി, ഈർപ്പം എന്നിവ അടിഞ്ഞുകൂടാമെന്നും പ്രത്യേകിച്ച് രാജ്യത്തെ ചൂടും ഈർപ്പവുമുള്ള വേനൽക്കാല മാസങ്ങളിൽ ഇതിന് സാധ്യത കൂടുമെന്നും AC മെയിൻ്റനൻസ് മേഖലയിലെ വിദഗ്ധരും പറയുന്നു. കുട്ടികൾ, പ്രായമായവർ, ആസ്മ, അലർജി രോഗികൾ, ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകൾ എന്നിവരെ ഇത് കൂടുതൽ ബാധിച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് AC ഉപയോഗം കൂടുമെന്നിരിക്കെ അവ സർവീസ് ചെയ്യണമെന്നും ഫിൽട്ടറുകൾ മാറ്റി സ്ഥാപിക്കുകയോ പതിവായി വൃത്തിയാക്കുകയോ ചെയ്യണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1 ദുബായ്. കഠിനമായ വേനലിലേക്ക് ദുബായ് കടക്കുമ്പോൾ ഡെലിവറി ഡ്രൈവർമാർക്ക് ആശ്വാസമായി RTA. എമിറേറ്റിലുടനീളം 40-ലധികം എയർ കണ്ടീഷൻ ചെയ്ത അത്യാധുനിക വിശ്രമ കേന്ദ്രങ്ങളാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സജ്ജമാക്കിയിരിക്കുന്നത്.
ദുബൈയിലെ തിരക്കേറിയ റോഡുകളിൽ രാപ്പകലില്ലാതെ സേവനം നൽകുന്ന ഡെലിവറി റൈഡർമാരുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണ് RTA പദ്ധതി നടപ്പിലാക്കുന്നത്. ഹെസ്സ സ്ട്രീറ്റ്, അൽ ഖവാനിജ്, അൽ ബർഷ, അൽ സത്വ, ഊതുമേത്ത, കറാമ തുടങ്ങി നഗരത്തിലെ പ്രധാന മേഖലകളിൽ ഇതിനകം തന്നെ 40-ലധികം വിശ്രമ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. തീക്ഷ്ണമായ സൂര്യപ്രകാശം നേരിട്ട് അകത്തേക്ക് കടക്കുന്നത് തടയുന്നതിനും ഉള്ളിലെപ്പോഴും കുളിർമ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള അത്യാധുനിക ഇൻസുലേഷൻ സംവിധാനങ്ങളോടെയാണ് കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റൈഡർമാർക്ക് ദാഹമകറ്റാൻ വാട്ടർ ഡിസ്പെൻസറുകളും ജോലിത്തിരക്കിനിടയിൽ ഫോൺ ചാർജ് ചെയ്യാൻ മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകളും കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ഇതിനു പുറമെ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ച പദ്ധതി ഓരോ വർഷങ്ങളിലും കൂടുതൽ വിപുലീകരിക്കുകയാണ് RTA. മീഡിയ 1 ദുബൈ. സൗദി ഭരണകൂടത്തിന്റെ നിക്ഷേപ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് 40-ലധികം കമ്പനികളിലായി 100-ലധികം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. കമ്പനികൾ വെവ്വേറെ നിൽക്കാതെ സഹകരിച്ചു പ്രവർത്തിക്കുന്നുവെന്നാണ് ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രവാസികൾക്കും നിക്ഷേപകർക്കും നീക്കം ഗുണം ചെയ്യും. സൗദിയിലെ ടൂറിസം, നഗരവികസനം, പുതിയ വ്യവസായങ്ങൾ, ലോജിസ്റ്റിക്സ്, ക്ലീൻ എനർജി, നിയോം പ്രൊജക്ട് തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് PIF ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സൗദി സമ്പദ്വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ ഫണ്ടിന് കഴിഞ്ഞിട്ടുണ്ട്. സൗദിയുടെ എണ്ണ ഇതര വരുമാനത്തിന്റെ 10% സംഭാവന PIF വഴിയാണ്. ആഗോളതലത്തിൽ മികച്ച സാമ്പത്തിക റേറ്റിംഗ് ഉള്ളതിനാൽ ലോകവിപണിയിലും ഫണ്ടിന് വിശ്വാസ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ PIF നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന കമ്പനികളുടെ ഏകോപനമാണ് പുതിയ ലക്ഷ്യം. ഇതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നീക്കത്തിൽ സ്വകാര്യ സംരംഭകർക്ക് PIFന്റെ കീഴിലുള്ള കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാം. പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും ഇതുവഴി സാധിക്കും. നിലവിൽ PIF പ്രൊജക്ടുകളിൽ പ്രാദേശിക കരാറുകാരുടെ പങ്കാളിത്തം 67% ഉയർന്നിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഗോഡിവ കുനാഫ ആൻഡ് പിസ്ത മിൽക്ക് ചോക്ലേറ്റ് ബാർ ഒമാൻ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ ഉത്തരവിട്ടു. ഈ ഉൽപ്പന്നം നിർമ്മിച്ച പ്ലാഡിസ് അറേബ്യ ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് ചോക്ലേറ്റ് പിൻവലിക്കുന്നത്. സൗദി അറേബ്യയിൽ നിർമ്മിച്ച 35 ഗ്രാമിന്റെ പാക്കറ്റുകളുള്ള ചോക്ലേറ്റ് ബാറുകളാണ് തിരിച്ചു വിളിക്കുന്നത്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന മുട്ടയുടെ അംശം പാക്കറ്റിലെ ചേരുവകളുടെ പട്ടികയിൽ രേഖപ്പെടുത്താത്തതാണ് നടപടിക്ക് കാരണം. മുട്ട അലർജിയുള്ളവർക്ക് ഈ ചോക്ലേറ്റ് ആരോഗ്യപരമായ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ ഉൽപ്പന്നം ഉടൻ തന്നെ എല്ലാ വിപണികളിൽ നിന്നും നീക്കം ചെയ്യാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച ജുമായിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായി ഇരു ഹറമുകളും ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ. 100,000-ലേറെ ഇന്ത്യൻ ഹാജിമാരും മക്ക ഹറമിൽ നിന്ന് പ്രാർത്ഥനയ്ക്കെത്തി. തീർത്ഥാടകരെ ഹറമിലെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഹജ്ജിനു ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. കനത്ത ചൂടിനെയും അവഗണിച്ചെത്തിയ വിശ്വാസികളാൽ ഇരു ഹറമുകളും നിറഞ്ഞു കവിഞ്ഞു. നേരത്തെ രാവിലെ 6:30 മണിക്ക് തന്നെ ബസ് സ്റ്റോപ്പായിരുന്നു. ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല. ഞങ്ങൾ ടാക്സിയിലാണ് ഹറമിലേക്ക് പോയത്. ഇപ്പോൾ ഇൻഷാ അല്ലാ വളരെ റാഹത്തായി ജുമാ കഴിഞ്ഞു. ഇപ്പോൾ തിരക്കെല്ലാം ക്രമീകരിച്ച് വരുന്നു. ഇപ്പോൾ ആളുകൾ റൂമിലേക്ക് മടങ്ങുകയാണ്. നേരത്തെ സുബൈക്ക് തന്നെ പള്ളിയിൽ പോയ ആളുകൾ ജുമാ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് മടങ്ങുന്ന ഒരു തിരക്കാണ്. ജുമായ്ക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അൽഹംദുലില്ലാ അതിൽ പങ്കെടുക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള 100,000 ഹാജിമാർ മക്ക ഹറമിൽ പ്രാർത്ഥനയ്ക്കെത്തി. ഹജ്ജ് മിഷന് കീഴിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. And as you can all see, our teams are on the ground to manage the crowds for Friday prayer movement, and we have been able to complete it in a very short span of 2 hours. Next Friday will probably be our last Friday prayer movement in this Hajj 2026 season, and we thank all our volunteers, all our teams on the ground to help us manage this, and we hope that their cooperation will continue. Thank you. മലയാളി സന്നദ്ധ പ്രവർത്തകരും ഹറമിലേക്കുള്ള വഴികളിൽ തീർത്ഥാടകരെ സഹായിക്കാനുണ്ടായിരുന്നു. അജീജയിലേക്കും നസീമിലേക്കും ബസ് കയറ്റി വിടുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, വെള്ളവും അതുപോലെ തന്നെ ചെരുപ്പും കുടയും അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഹാജിമാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയിലായിരുന്നു ഇന്ന് KMCCയുടെ പ്രവർത്തകന്മാരുണ്ടായിരുന്നത്. മലയാളി ഹാജിമാർ ഇന്നലെ മുതൽ മദീനയിലേക്ക് യാത്ര തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
കുടിവെള്ളം വിതരണം ചെയ്തും അവർക്ക് ബസ്സിലേക്കുള്ള വഴി കാണിച്ചും പിന്നെ അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സേവനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തനിമയുടെ വനിതകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഹാജിമാരും നമ്മുടെ കൂടെ ഉണ്ട്, വോളണ്ടിയർമാരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സേവനത്തിൻ്റെ പ്രത്യേകത. ഹജ്ജിലെ ഏറ്റവും റഷുള്ള ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. വളരെ ഭംഗിയായി തന്നെ മക്കായുടെ ഈ പ്രവർത്തനം കൊണ്ട് ഹാജിമാർക്കുള്ള യാത്രകൾ സുഗമമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള സേവനങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം തുടരുകയാണ്. സാബിത് സലീം, മീഡിയ 1 മക്ക. 8 ദിവസത്തിനുള്ളിൽ റെക്കോർഡ് വരുമാനം നേടി സൗദി ആക്ഷൻ ത്രില്ലർ ചിത്രമായ 7 ഡോഗ്സ്. 4 കോടിയിലധികം സൗദി റിയാലാണ് ചുരുങ്ങിയ ദിവസത്തെ ബോക്സ് ഓഫീസ് നേട്ടം. സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് സിനിമ പുറത്തിറക്കിയത്. സൗദി തലസ്ഥാനമായ റിയാദിലാണ് സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചത്. അറബ് ചലച്ചിത്ര ലോകത്ത് റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് സൗദി ചിത്രമായ 7 ഡോഗ്സ്. റിലീസ് ചെയ്ത് 8 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ആകെ വരുമാനം 4,35,00,000 സൗദി റിയാൽ പിന്നിട്ടതായാണ് കണക്ക്. അറബ് ലോകത്താകമാനം ഇതിനകം 15.73 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിച്ചത്. റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽക്കേ ഉയർന്ന വ്യൂവർഷിപ്പ് റേറ്റ് നിലനിർത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് സിനിമ പുറത്തിറക്കിയത്. അതോറിറ്റിയുടെ ചെയർമാനായ തുർക്കി അൽ ഷെയ്ഖിന്റെ കഥയെ ആസ്പദമാക്കിയാണ് സിനിമ. സൗദി തലസ്ഥാനമായ റിയാദിലെ ബിഗ് ടൈം സ്റ്റുഡിയോയിലാണ് സിനിമയിലെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. 150 മില്യൺ സൗദി റിയാലിലധികം ബജറ്റുള്ള ഈ ചിത്രം അറബ് സിനിമാ ചരിത്രത്തിൽ തന്നെ 1ാം നിരയിലാണ്. 175-ലധികം സൗദി സാങ്കേതിക പ്രവർത്തകർ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചിത്രം ആഗോളതലത്തിൽ കൂടി പ്രദർശിപ്പിക്കാനൊരുങ്ങുകയാണ് നിർമ്മാതാക്കൾ. ഇതിന്റെ ഭാഗമായി ഈ മാസം 25 മുതൽ സിനിമ ടർക്കിഷ് തിയേറ്ററുകളിലും പ്രദർശനത്തിനെത്തും. നിലവിൽ വിജയകരമായ പ്രദർശനം തുടരുന്ന സിനിമ വരും ദിവസങ്ങളിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ പാചകത്തിലും കേക്ക് ഡെക്കറേഷനിലും താൽപ്പര്യമുള്ളവർക്കായി മീഡിയ 1 ഒരുക്കുന്ന സ്റ്റാർ ഷെഫിലേക്ക് രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. ഈ മാസം 18 മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. കുട്ടികൾക്കായും വിവിധ പരിപാടികളുണ്ട്. സൗജന്യ പ്രവേശനമുള്ള പരിപാടിയിൽ പാട്ടിന്റെ മെഹക്കീറാത്തുമുണ്ട്. 50,000 റിയാലിന്റെ സമ്മാനങ്ങളുള്ള മത്സരത്തിലേക്ക് സൗജന്യ രജിസ്ട്രേഷൻ തുടരുകയാണ്. പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് സ്റ്റാർ ഷെഫ് മത്സരം. 7 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കായാണ് ജൂനിയർ ഷെഫ്. ഇതിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച അവസാനിക്കും. രജിസ്ട്രേഷനായി നിങ്ങൾ കുക്ക് ചെയ്ത വിഭവത്തിന്റെ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നീളുന്ന വീഡിയോ 055-747-2939 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. കേക്ക് ഡെക്കറേഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടവർ നേരത്തെ ഉണ്ടാക്കിയ കേക്കിന്റെ ഇമേജാണ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടത്. വീഡിയോക്കൊപ്പം പേര്, സ്ഥലം, മത്സര ഇനം എന്നിവയും മെൻഷൻ ചെയ്യണം. പാചക മത്സരത്തിന് പുറമെ കുട്ടികൾക്കായി കളറിംഗ്, ഡ്രോയിങ് മത്സരങ്ങളുമുണ്ട്. മികച്ച തീറ്റക്കാരെ കണ്ടെത്താനുള്ള ഈറ്റിംഗ് ടൈറ്റൻസും പരിപാടിയിലെ ആകർഷണമാണ്. 6 ഇനം മത്സരങ്ങളാണ് സ്റ്റാർ ഷെഫിൽ ഉണ്ടാവുക. രാജ് കലൈ, ഷെഫ് പിള്ള, ഫജീദ ആഷിഖ് എന്നിവരാണ് വിധികർത്താക്കൾ. മത്സരം ആഘോഷമാക്കാൻ ഗാനവിരുന്നുമായി ദാന റാസിഖ്, ദുർറ റാസിഖ് തുടങ്ങിയവരും എത്തും. 1,00,000 റിയാലോളമാണ് സമ്മാനമായി ലഭിക്കുക. ഈ മാസം 18-ന് ദമാമിലെ ലുലുമാളാണ് ആദ്യ വേദി. 19-ന് റിയാദിലെ മലസ് ലുലുവിലും മത്സരങ്ങൾ നടക്കും. അൽ റവാബി ലുലുവായിരിക്കും ജൂൺ 20-ന് ജിദ്ദയിലെ വേദി. സൗജന്യ പ്രവേശനമാണെങ്കിലും മുഴുവൻ മത്സരങ്ങളിലും മുൻകൂട്ടി സൗജന്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 055-747-2939 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മീഡിയ 1, റിയാദ്. സൗദിയിലെ റിയാദിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൗദി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സാഹിത്യ ചർച്ചാ പരമ്പരയുടെ പുതിയ ലക്കം സംഘടിപ്പിച്ചു. എഴുത്തുകാരും പുസ്തകങ്ങളും എന്ന പേരിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ജോസഫ് അതിരുങ്കൽ അതിഥിയായി. ജോസഫിന്റെ എഴുത്തുലോകം എന്ന ശീർഷകത്തിൽ അരങ്ങേറിയ പരിപാടിയിൽ എഴുത്തുകാരനും എഴുത്തുയാത്ര, സാഹിത്യാനുഭവങ്ങളും പങ്കുവച്ചു. പ്രിയദർശിനി പബ്ലിക്കേഷൻ പ്രതിനിധി നൌഫൽ പാലക്കോടൻ ചടങ്ങ് നിയന്ത്രിച്ചു.
വ്യാജ പൗരത്വ രേഖകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 17-അംഗ കുടുംബത്തിന്റെ മുഴുവൻ പൗരത്വവും കുവൈത്ത് റദ്ദാക്കി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ അന്വേഷണ കമ്മിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. മറ്റൊരു ഗൾഫ് രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ഈ കുടുംബം തൊഴിൽ സഹായ ഫണ്ട് കൈപ്പറ്റാൻ മാത്രമാണ് കുവൈറ്റ് സന്ദർശിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തട്ടിപ്പിന് സഹായിച്ച കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിനും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനും നിർദ്ദേശം നൽകി. ഇരട്ട പൗരത്വ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട 31 കേസുകളിലും പൗരത്വം റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ പ്രമുഖ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബായ ഫഹാഹിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു. ഉമുൽ ഐമൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ 2026 ഫിഫ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേക വെൽക്കം മാച്ചും സംഘടിപ്പിച്ചു. ക്ലബിന്റെ A-B ടീമുകൾ ഏറ്റുമുട്ടിയ മത്സരം 6 ഗോളുകൾ വീതം നേടി സമനിലയിൽ കലാശിച്ചു. PK മുനീർ, ജയൻ, ശ്രീനി, സൽമാൻ, റഫീഖ് ബാബു, ഫരീദ്, ജിജി പ്രകാശ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ അഹമ്മദ് പാതിരപ്പറ്റിയുടെ പുസ്തകം ദോഹയിൽ നടന്നു തീർത്ത വഴികൾ പ്രകാശനം ചെയ്തു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബിന്ദു എൻ നായർ പ്രകാശനം നിർവഹിച്ചു. ICC മുംബൈ ഹാളിലായിരുന്നു പരിപാടി. ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലാണ് പ്രവാസ ജീവിതാനുഭവങ്ങളുടെ ആവിഷ്കാരമായ ദോഹയിൽ നടന്നു തീർത്ത വഴികൾ പ്രകാശിതമായത്. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ അൽ ജസീറ ഇംഗ്ലീഷ് ചാനൽ പ്രോഗ്രാം എഡിറ്റർ ജോസഫ് ജോൺ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ബിന്ദു എൻ നായർക്കും ജോസഫ് ജോണിനുമുള്ള IMF ഉപഹാരം ICC പ്രസിഡന്റ് AP മണികണ്ഠൻ സമ്മാനിച്ചു. IMF പ്രസിഡന്റ് ഓമനക്കുട്ടൻ പരുമല, സെക്രട്ടറി ഷഫീഖ് അറക്കൽ, ഇന്ത്യൻ ഓതേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ KC സാബു, RJ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. പ്രവാസി മലയാളിയെ ഒമാനിലെ ഇസ്കിയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ എടക്കാട് സ്വദേശി ജിജേഷിനെയാണ് താമസ സ്ഥലത്തെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. തുടർ നടപടികൾക്കായി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇസ്കിയിൽ പാനൽ ബോർഡ് കമ്പനി ജീവനക്കാരനായിരുന്നു ജിജേഷ്. കുവൈത്തിൽ താമസിച്ചിരുന്ന മലയാളി പ്രവാസി ഹാരിസ് അലയമ്പത്ത് പുതിയ പുരയിൽ നിര്യാതനായി. കഴിഞ്ഞ 2 മാസമായി അസുഖബാധിതനായിരുന്ന അദ്ദേഹം ഫർവാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുവൈത്തിൽ ദീർഘകാലമായി താമസിച്ചിരുന്ന ഫാരിസ് പച്ചക്കറി വ്യാപാരം നടത്തിവരികയായിരുന്നു. ബുഷ്രയാണ് ഭാര്യ. മൈസൂന, വസ്ലി, ഹന്ന, ഫാത്തിമ, ബുഷ്രാത്ത്, താൽഹൻ എന്നിവർ മക്കളാണ്. മൃതദേഹം ഇന്ന് രാത്രി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ദോഹയിലെ പ്രവാസി വനിതാ കൂട്ടായ്മയായ നടുമുറ്റം ഖത്തറിന്റെ 10ാം വാർഷികാഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്തു. ശക്തിയുടെയും ശാലീനതയുടെയും സ്ത്രീത്വത്തിന്റെയും ഒരു ദശാബ്ദം എന്ന സന്ദേശത്തോടെയാണ് വാർഷിക ലോഗോ പുറത്തിറക്കിയത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്നത്. പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷാഫി പ്രകാശനം നിർവഹിച്ചു. നടുമുറ്റം പ്രസിഡന്റ് സന ജസീം, നടുമുറ്റം ജനറൽ സെക്രട്ടറി ഫാത്തിമ തസ്നീം, പ്രവാസി വെൽഫെയർ ഭാരവാഹികളായ ലതാ കൃഷ്ണ, നജ്ല നജീബ്, സജിന സാക്കി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫിഫ ലോകകപ്പ് തുടങ്ങുന്ന അടുത്തയാഴ്ച സൗദിയിലെ മീഡിയ 1 സൂപ്പർ കപ്പിനും കിക്ക് ഓഫ്. അടുത്ത വ്യാഴാഴ്ച രാത്രി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസയിൽ ആരംഭിക്കുന്ന മീഡിയ 1 സൂപ്പർ കപ്പിൽ 8 ടീമുകൾ ഏറ്റുമുട്ടും. ഹുഫൂഫ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. മീഡിയ 1 മാക്കാൻസെവ് സൂപ്പർ കപ്പിന്റെ അൽഹസയിലെ 2ാം സീസണിനാണ് ജൂൺ 11 രാത്രി തുടക്കമാവുക. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹുഫൂഫ് സെൻട്രൽ സ്റ്റേഡിയമാണ് വേദി. പ്രമുഖരായ 8 ടീമുകൾ ഈ സെവൻസിൽ ഏറ്റുമുട്ടും. ഹുഫൂഫ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്നാണ് മത്സരങ്ങൾ. സൗദിയിലെ മലയാളികളുടെ ദേശീയ ഫുട്ബോൾ ആഘോഷമായി മാറിയിട്ടുണ്ട് മീഡിയ 1 സൂപ്പർ കപ്പ്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി 10ഓളം ടൂർണമെൻറ്റുകളാണ് ഈ വർഷം മീഡിയ 1 സൂപ്പർ കപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ ടൂർണമെൻറ്റ് അൽ ഹസയിൽ ജൂൺ 11 നടക്കുകയാണ്. ജൂൺ 11 നടക്കുന്ന മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. സൗദിയിലെ മീഡിയ 1 സൂപ്പർ കപ്പിന്റെ പുതിയ സീസണിനും
ഇതോടെ തുടക്കമാകും. ഇതിനെ തുടർന്ന് ദമാം, ജിദ്ദ, റിയാദ്, ജുബൈൽ, യാംബു, തബൂക്ക് അങ്ങനെ സൗദിയുടെ 10ഓളം നഗരങ്ങളിലേക്ക് മീഡിയ വൺ സൂപ്പർ കപ്പ് കടന്നെത്തുകയാണ്. ഏകദിന മത്സരത്തിന്റെ ഫൈനൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ്. മീഡിയ വൺ, അൽഹസ. കുവൈത്തിലെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സൗജന്യ മാതൃഭാഷാ പഠന പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജൂൺ ആദ്യവാരം മുതൽ കുവൈത്തിലെ വിവിധ മേഖലകളിൽ 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അവധിക്കാല ക്ലാസുകൾ നടക്കും. 1990 മുതൽ തുടരുന്ന ഈ ഭാഷാ പദ്ധതിക്ക് ഈ വർഷം സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ചിരുന്നു. അവധിക്കാല ക്ലാസുകൾക്ക് ശേഷം കേരള സർക്കാരിന്റെ മലയാളം മിഷൻ പാഠ്യപദ്ധതി പ്രകാരം വർഷം മുഴുവൻ തുടർ പഠനം ലഭ്യമാണ്. രജിസ്ട്രേഷനും വിവരങ്ങൾക്കും കലാ കുവൈത്തിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ 4ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബൗഷഡ് ബ്ലഡ് ബാങ്കിൽ ഒമാൻ ഹെൽത്ത് അതോറിറ്റിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. നസീർ തിരുവത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് ഫാഡനാപ്പള്ളി, അബ്ദുസമദ് തുടങ്ങിയവർ സംസാരിച്ചു. യൂസുഫ് ചേറ്റുവ, സിദ്ദീഖ് കുഴിങ്ങര, ഹസൻ കേച്ചേരി, സുബൈർ ഇദ്രീസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗോബ്ര ബീച്ചിൽ ശുചീകരണ യജ്ഞവും പരിസ്ഥിതി ആരോഗ്യ പഠന ക്ലാസും സംഘടിപ്പിച്ചു. ഒമാൻ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സജീവ് ഉതുപ്പൻ പഠന ക്ലാസിന് നേതൃത്വം നൽകി. നൂറുദ്ദീൻ, ബിജു അത്തിക്കയം തുടങ്ങിയവർ സംസാരിച്ചു. ICF ഖത്തർ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇശൽ നിലാവ് ഫിറ്റ്നസ് ഫെസ്റ്റ് സമാപിച്ചു. ICC ഹാളിൽ നടന്ന ഇശൽ നിലാവ് ഗാനസന്ധ്യ ICF പ്രസിഡന്റ് അഹമ്മദ് സഖാഫി പേരാമ്പ്രയുടെ അധ്യക്ഷതയിൽ NM സാദിഖ് സഖാഫി പെരിന്താറ്റിരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ മജീദ് അരിയല്ലൂർ ഈദ് സംഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിൽ ജേതാക്കളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഫിറ്റ്നസ് ഫെസ്റ്റ് ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. 400ഓളം പേർ പങ്കെടുത്ത പോരാട്ടത്തിൽ എയർപോർട്ട് റീജിയൻ ഓവറോൾ ചാമ്പ്യന്മാരായി. ഫിഫ ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന സന്നാഹ മത്സരത്തിൽ ഖത്തർ നാളെ എൽ സാൽവദോറിനെ നേരിടും. US-ലെ ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ലോകകപ്പ് പോരാട്ടങ്ങൾ തുടങ്ങും മുൻപ് മികച്ച ആദ്യ 11-നെ തിരഞ്ഞെടുക്കാൻ മുഖ്യ പരിശീലകൻ ഹൂലൻ ലോപ്പഗറ്റിക്ക് ലഭിക്കുന്ന അവസരമാണിത്. കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ അയർലൻഡിനോട് 1 ഗോൾ പരാജയത്തിന് ശേഷമാണ് ഖത്തർ നാളെ ഇറങ്ങുന്നത്. ജൂൺ 13-ന് സ്വിറ്റ്സർലാൻഡിനെതിരെയാണ് ലോകകപ്പിൽ ഖത്തറിന്റെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ബോസ്നിയ എന്നിവരാണ് മറ്റെതിരാളികൾ.